വീട്ടിൽ വിളക്ക് കത്തിച്ച് കണി കാണുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട, എല്ലാവരും തന്നെ അറിഞ്ഞോ അറിയാതെയോ ഞാൻ ഈ പറയുന്ന ഈ ഒരു തെറ്റുകൾ കണി കാണുമ്പോൾ നിങ്ങൾ ചെയ്യരുത്. വീട്ടിൽ കണിയൊരുക്കുന്ന സമയത്ത് അറിയാതെ പോലും ഞാൻ ഈ പറയുന്ന വസ്തുക്കൾ കണിയിൽ വെക്കരുത്. ഇരട്ടി ദോഷമാണ് ഫലം. ആ വീട് പിന്നെ കടം കയറി കുടിയും. ഒരിക്കലും ദുഃഖം ഒഴിയില്ല. ഈ ഒരു കാര്യം അറിയാതെ പോലും ഈ രണ്ട് വസ്തുക്കൾ നിങ്ങൾ കണിയിൽ വെക്കരുത്. ആ രണ്ട് വസ്തുക്കളെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഒരുപാട് വീട്ടമ്മമാർ അറിയാതെ ഈ തെറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എടുത്തു പറയുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ അത് എടുത്തു പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കാം, ഈ ഒരു 9 കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ഈ 9 കാര്യങ്ങളിൽ ഒന്നെങ്കിലും നിങ്ങൾ അറിയാതെ വീട്ടിൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കണി ഒരുക്കുമ്പോൾ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. ആദ്യം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളൊക്കെ കണി ഒരുക്കുന്ന സമയത്ത് വെക്കുന്ന ആ കണ്ണാടി, വാൽക്കണ്ണാടി എന്നൊക്കെ പറയും, വട്ടക്കണ്ണാടി എന്നും പറയും, അല്ലെങ്കിൽ പല തരത്തിലുള്ള കണി ഒരുക്കുവാൻ ആവശ്യമായിട്ടുള്ള കണ്ണാടികൾ ഇപ്പോൾ വിപണിയിലൊക്കെ കിട്ടുന്നുണ്ട്. ആ ഒരു കണ്ണാടിയിൽ ഒരു പുള്ളിക്കുത്തോ അല്ലെങ്കിൽ ഒരു കറ പിടിച്ച പോലെയോ മങ്ങിയതോ പൊട്ടിയതോ ഒക്കെ ആകുവാൻ പാടില്ല എന്നുള്ളത് അത് വളരെ ഇരട്ടി ദോഷമാണ്. അങ്ങനെ വെച്ചാൽ ഒരു കാലത്തും ഗതി പിടിക്കില്ല എന്നാണ് പറയുന്നത്. ഇരട്ടി ദോഷമായിരിക്കും ഫലം. അതുകൊണ്ട് തന്നെ ഉള്ളതൊക്കെ നഷ്ടപ്പെട്ടു പോകും എന്നാണ് പറയുന്നത്. ആരും ഒരിക്കലും ആ തെറ്റ് ചെയ്യരുത്. കണ്ണാടി അല്ലെങ്കിൽ കണ്ണാടി വെച്ചിട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷെ വെച്ചിട്ട് ദോഷം വിളിച്ചു വരുത്തരുത്. കണ്ണാടി വേണമെങ്കിൽ വെക്കാം. നല്ല കണ്ണാടി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. ഒരിക്കലും ഈ ഒരു വക്ക് പൊട്ടിയതോ പുള്ളിക്കുത്തി വീണതോ അല്ലെങ്കിൽ മങ്ങിയതോ കാലപ്പഴക്കമൊക്കെ കൊണ്ട് വിള്ളലുകളൊക്കെ ഉണ്ടായ അല്ലെങ്കിൽ മങ്ങിപ്പോയ കണ്ണാടിയൊക്കെ വെക്കുവാൻ പാടില്ല. അങ്ങനെയുള്ള കണ്ണാടിയൊന്നും വെക്കുവാൻ പാടില്ല എന്നുള്ളതാണ്. കണ്ണാടി വെക്കുന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള വൃത്തിയുള്ള വിള്ളലൊക്കെ വീഴാത്ത ആ ഒരു നല്ല കണ്ണാടി നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. ഇതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. വിഷുക്കണിയെല്ലാം ഒരുക്കുമ്പോൾ പലരും വിട്ടുപോകുന്ന ഈ ഒരു കാര്യം, വീടിന്റെ മുൻവശം ഒരുക്കുവാൻ വിട്ടുപോകും എന്നുള്ളതാണ്. രാവിലെ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് വീടിന്റെ പ്രധാന വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന രീതിയിൽ ഈ പറയുന്ന വസ്തുക്കൾ ഒരിക്കലും തന്നെ ഉണ്ടാകുവാൻ പാടില്ല. ആദ്യത്തെ വസ്തു എന്ന് പറയുന്നത് വിറകുകൊള്ളിയാണ്. മഹാദോഷമായിട്ടുള്ള കാര്യമാണ്. വിറകുകൊള്ളി വീടിന്റെ മുൻവശത്ത് വെക്കരുത്. കുട്ടികളൊക്കെ ഉള്ള വീടാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അറിയാതെയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അവിടെ വിറകുകൊള്ളിയൊക്കെ പൊട്ടിച്ച് കൊണ്ടുവന്ന് വെക്കാറുണ്ട്. ചെടിച്ചട്ടിയും കാലിപ്പാത്രവും ഇതൊക്കെ ശ്രദ്ധിക്കണം. വീടിന്റെ മുൻവശത്ത് ഈ വസ്തുക്കൾ ഒന്നും തന്നെ വെക്കരുത്. നിങ്ങൾ രാവിലെ കണിയൊക്കെ കണ്ടിട്ട് ആ വീടിന്റെ മുന്നിലെ കതകൊക്കെ തുറക്കുമ്പോൾ കാണുന്നത് വിറക് കൊള്ളിയാണ് എന്നുണ്ടെങ്കിൽ, ശകുനം പൊട്ടിയ ചെടിച്ചട്ടിയൊക്കെ ശകുനം കാണുകയാണ് എന്നുണ്ടെങ്കിൽ, അത് മാത്രമല്ല കാലിയായ പാത്രങ്ങളൊക്കെ രാവിലെ കതക് തുറന്ന് ഇരിക്കുമ്പോൾ മുൻവശത്തൊക്കെ വലിയ കാലിയായ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും കാണുക. അപ്പോൾ വലിയ ദോഷമായിട്ടാണ് ഭവിക്കുന്നത്. അറിഞ്ഞുകൊണ്ട് ആരും ഈ ഒരു തെറ്റ് ചെയ്യരുത്. ആ കണി കണ്ടതിന്റെ ഫലം കൂടെ പോകുമെന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെല്ലാവരും തന്നെ കണിയൊരുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വെക്കുന്നത് പഴവർഗ്ഗങ്ങളാണ്. ഓറഞ്ച്, ആപ്പിൾ, മുന്തിരി അങ്ങനെ പല സാധനങ്ങൾ നമ്മൾ വെക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലും കേടായിട്ടുള്ള പഴങ്ങൾ, പ്രത്യേകിച്ചും നമ്മൾ ഈ ഒരു പടല പഴമൊക്കെ വെക്കുന്ന ആ ഒരു രീതിയുണ്ട്. അപ്പോൾ ആ പടല പഴമൊക്കെ വെക്കുമ്പോൾ ഒരിക്കലും തൊലി കറുത്തതോ അല്ലെങ്കിൽ തൊലി മങ്ങിയതോ തുടങ്ങിയ പഴങ്ങൾ ആ ഒരു കറുത്ത കളറിലേക്ക് മാറുമ്പോഴുള്ള ആ ഒരു ബ്രൗൺ നിറമുള്ള ആ കളറൊക്കെയുള്ള പഴങ്ങൾ ഒരു കാരണവശാലും കണിയിൽ വെക്കുവാൻ പാടില്ല എന്നാണ് പറയുന്നത്. അത്തരം സാധനങ്ങൾ വെക്കുന്നത് നമുക്ക് ദോഷകരമാണ്. അപ്പോൾ എപ്പോഴും പഴവർഗ്ഗങ്ങൾ വെക്കുമ്പോൾ ഒന്നുകിൽ മഞ്ഞ നിറത്തിലുള്ള അല്ലെങ്കിൽ ഓറഞ്ച് നിറത്തിലുള്ള പഴങ്ങൾ വേണം വെക്കാനായി. ഒരിക്കലും കറുത്തു തുടങ്ങിയ, പ്രത്യേകിച്ചും ഒരു പടലപ്പഴം വെക്കുമ്പോൾ കറുത്തിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തി വേണം കണി വെക്കുമ്പോൾ വെക്കുവാൻ എന്ന് പറയുന്നത്. വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അടുത്ത കാര്യം എന്ന്, നാലാമത്തെ കാര്യം, നമ്മൾ എല്ലാവരും തന്നെ കണി വെക്കുമ്പോൾ നാണയം വെക്കാറുണ്ട്. അപ്പോൾ ഈ നാണയങ്ങളൊക്കെ ഒരുപാട് കൈമറിഞ്ഞ് വരുന്നതാണ്. അപ്പോൾ ഒരുപാട് അശുദ്ധിയും ആ നാണയത്തിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ശുദ്ധമായിട്ടാണ് ഈ ഒരു നാണയം നമ്മൾ കണിയിൽ വെക്കേണ്ടത്.
നമ്മളുടെ വിഷുക്കണി എന്ന് പറയുമ്പോൾ അത്രയും പവിത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു പവിത്രമായിട്ടുള്ള ആ ഒരു വിഷുക്കണിയിൽ ഈ ഒരു കൈമറഞ്ഞു വരുന്ന അപവിത്രമായിട്ടുള്ള ആ ഒരു നെഗറ്റീവ് ഒക്കെ ആയിട്ടുള്ള ആ ഒരു നാണയം അതേപോലെ തന്നെ വെക്കുമ്പോൾ അത് അശകുനമാണ്. അതുകൊണ്ട് തന്നെ തുളസി തീർത്ഥത്തിൽ അല്ലെങ്കിൽ പനിനീർ ജലത്തിൽ കഴുകിയിട്ട് വേണം ഈ ഒരു നാണയം വെക്കുവാൻ എന്നാണ് പറയുന്നത്. അങ്ങനെ നാണയം എടുത്തിട്ട് വെക്കാം. അതുമല്ലെങ്കിൽ ഒരല്പം ആ ഒരു കല്ലുപ്പ് വെള്ളത്തിൽ ഒന്ന് കഴുകിയിട്ട് ആ ഒരു നാണയം വെക്കുക. ഇനി കല്ലുപ്പ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പൊടിയുപ്പാണെങ്കിലും കുഴപ്പമില്ല. മഹാലക്ഷ്മി സാന്നിധ്യം ഉണ്ടാകും ഉപ്പിൽ എന്നാണ് പറയപ്പെടുന്നത്. എന്തെങ്കിലും അശുദ്ധിയോ ഭൂദേവിയോ ഉണ്ടെങ്കിൽ കൈമറിഞ്ഞു വന്ന നാണയം ആയതുകൊണ്ട് തന്നെ ഇത് കഴുകി പവിത്രമായിട്ട് വേണം നിങ്ങൾ നാണയം കണിയിൽ വെക്കേണ്ടത് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ തുളസി തീർത്ഥം കൊണ്ട് കഴുകിയിട്ട് നാണയം വെക്കാം. അങ്ങനെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ശുദ്ധിയോടുകൂടി നാണയം വെക്കേണ്ടത്. അതുപോലെ തന്നെ സ്വർണവും വെക്കുന്നവർ അതൊന്ന് കഴുകിയിട്ട് ഇത്തരത്തിൽ തുളസി തീർത്ഥത്തിൽ ഒന്ന് മുക്കി അല്ലെങ്കിൽ പനിനീർ തീർത്ഥത്തിൽ ഒന്ന് മുക്കി കഴുകിയിട്ട് വേണം ഈ ഒരു കാര്യം വെക്കാൻ. ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് ഇതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതുപോലെ തന്നെ നമ്മളെല്ലാവരും കണി കാണുവാനായിട്ട് രാവിലെ നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളെയൊക്കെ വിളിച്ചുകൊണ്ട് നടന്നു വരും അല്ലേ? നടന്നു വരുന്ന വഴിയിൽ എവിടെയെങ്കിലും ഒരു രീതിയിലും മാറാല ഉണ്ടാകുവാൻ പാടില്ല എന്നാണ് പറയുന്നത്. കണി കണ്ടിട്ട് നമ്മൾ തിരിഞ്ഞു നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കണി കണ്ടിട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് മാറാല കാണുന്നത് അതീവ അശുഭമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കണിയൊക്കെ ഒരുക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൽ മയിൽപീലി അല്ലെങ്കിൽ വിളക്കൊക്കെ വെക്കുന്ന ആ ഒരു ഭാഗത്ത് മാറാല ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ മാറാല പിടിച്ചിരിക്കുന്ന സാധ്യതയുണ്ടെങ്കിൽ, അതായത് ഭഗവാന്റെ വിഗ്രഹത്തിനടുത്ത് മയിൽപീലിയൊക്കെ വെക്കുമല്ലോ, അതിൽ ഒന്നിലും മാറാല ഉണ്ടാകുവാൻ പാടില്ല. ഇത് മൂദേവിയുടെ സാന്നിധ്യമാണ് മാറാല എന്ന് പറയുന്നത്. മാറാല അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മി വരില്ല, മഹാലക്ഷ്മി പ്രീതി കിട്ടില്ല. നിങ്ങൾ ഇത്രയും വലിയ കണിയൊക്കെ ഒരുക്കിയിട്ട് കണ്ടിട്ട് തിരിഞ്ഞ് ബെഡ്റൂമിലോട്ട് പോകുന്ന ആ ഒരു സമയത്ത് അല്ലെങ്കിൽ പുറത്തോട്ട് ഇറങ്ങുവാനായിട്ട് നടക്കുന്ന സമയത്ത് വഴിയിൽ കാണുന്നത് മാറാലയാണ് എന്നുണ്ടെങ്കിൽ ആ കണി കണ്ടതിന്റെ ഫലമടക്കം പോകുമെന്നാണ് പറയുന്നത്. ഒരിക്കലും മാറാല ഈ കണി ഒരുക്കുന്ന ഇടത്തോ അല്ലെങ്കിൽ കണി കണ്ടു മടങ്ങുന്ന വഴിയിലോ ഉണ്ടാകുവാൻ പാടില്ല. അപ്പോൾ രാത്രി കണി ഒരുക്കുമ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. അവിടെ എവിടെയെങ്കിലും മാറാല ഉണ്ടോ എന്ന് ഒന്ന് ശ്രദ്ധിക്കുക, ഉറപ്പ് വരുത്തുക. അതുകൊണ്ട് തന്നെ നേരത്തെ വിഷുവിന് മുൻപേ തന്നെ ഇത് എടുത്തു പറയുന്നു. ഒരിക്കലും കയ്പുള്ളതോ ചവർപ്പുള്ളതോ ആയിട്ടുള്ള ഫലങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പച്ചക്കറി വർഗങ്ങളോ വെക്കുവാൻ പാടില്ല എന്നാണ് പ്രത്യേകം പറയുന്നത്. പാവയ്ക്ക, കോവയ്ക്ക, സവാള ഇങ്ങനെയുള്ള വസ്തുക്കൾ ഒന്നും തന്നെ കണി കാണുവാൻ പാടില്ല. വെള്ളരി പോലുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ വെക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ പാവയ്ക്ക പോലുള്ള കയ്പേറിയ അല്ലെങ്കിൽ സവാള പോലുള്ള പച്ചക്കറിയൊന്നും വെക്കുവാൻ പാടില്ല. ഈ ഒരു പ്രധാന കാര്യം എല്ലാവരും തന്നെ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ വിളക്ക് കത്തിക്കുന്ന ആ ഒരു സമയത്ത് വിളക്കിന്റെ തിരിയിടുന്ന ആ ഒരു ഭാഗത്ത് കറുപ്പ് കളറുണ്ടെങ്കിൽ അഥവാ വിളക്കിന്റെ കരി ഉണ്ടെങ്കിൽ ആ ഒരു കരി വിളക്ക് തേച്ച് കഴുകുന്ന സമയത്ത് വൃത്തിയായിട്ട് കഴുകണം എന്നുള്ളതാണ്. അതും അശുഭമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കണി വെക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ധാന്യം അഥവാ അരി വെക്കുന്നത് എന്ന് പറയുന്നത്. ഒരു ഉരുളിയിൽ അല്ലെങ്കിൽ വലിയ വട്ടപാത്രത്തിൽ നമ്മൾ അരി ധാന്യമൊക്കെ വെക്കാറുണ്ട്. അത് വെക്കുന്നത് എപ്പോഴും നിറച്ചു വെക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ സാധനങ്ങളെല്ലാം അടുക്കുവാനുള്ള സൗകര്യത്തിന് കുറച്ച് അരി വെച്ചിട്ട് ബാക്കിയെല്ലാം അതിനു മുകളിൽ വെച്ച് അതിനെ നിറച്ച് അരി കാണാൻ പറ്റാത്ത രീതിയിൽ വെക്കുന്നത് അതീവ ദോഷകരമാണ്. ധാന്യമായിരിക്കണം ആ ഒരു സമൃദ്ധമായിട്ട് നിൽക്കേണ്ടത്. ആ ഒരു അരി ഉരുളിയിൽ അല്ലെങ്കിൽ വെക്കുന്ന വട്ടപാത്രത്തിൽ നിറച്ച് വെച്ചിട്ട് ആ അരി ദർശിക്കത്തക്ക രീതിയിൽ അരിയുടെ ഒരറ്റമെങ്കിലും ദർശിക്കുന്ന രീതിയിൽ വേണം മറ്റ് പച്ചക്കറികളും കാര്യങ്ങളും ഒക്കെ വെക്കുവാനായിട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും അരി മറച്ചു കളയരുത്. അതുപോലെ തന്നെ ഒരു ഉരുളി എടുത്തു കഴിഞ്ഞാൽ ആ ഉരുളി നിറച്ചും അരി വെക്കണം. കുറച്ച് വെച്ചിട്ട് പകുതി അരി വെച്ചിട്ട് ഇത്രയേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഒരിക്കലും വെക്കരുത്. അരി വെക്കുമ്പോൾ എപ്പോഴും സമൃദ്ധമായിരിക്കണം. സമൃദ്ധമായി നല്ല കൂന പോലെ വെച്ചിട്ട്
അതിനെ ചുറ്റി നമ്മൾ ഈ ഫലവർഗ്ഗങ്ങൾ വെച്ച് നോക്കൂ. ഏറ്റവും നന്നായിരിക്കും, അതായിരിക്കും ഏറ്റവും ഐശ്വര്യം. ആ ഒരു കാര്യം അറിഞ്ഞുകൊണ്ടൊക്കെ ആ ഒരു തെറ്റ് ചെയ്യരുത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നിലവിളക്ക് വെക്കുന്ന സമയത്ത് നിലവിളക്ക് കണി ഒരുക്കുവാനായിട്ട് വിളക്ക് വെക്കുമ്പോൾ വിളക്കും ശ്രീകൃഷ്ണ വിഗ്രഹവും ഒരു കാരണവശാലും വെറും നിലത്ത് വെക്കരുത്. ഒന്നെങ്കിൽ അതിനായിട്ടൊരു പീഠമോ അല്ലെങ്കിൽ അതിനായിട്ട് ഒരു താലമോ വെച്ചിട്ട് അതിന്റെ മുകളിൽ വേണം ശ്രീകൃഷ്ണ വിഗ്രഹവും അതുപോലെ തന്നെ കത്തിക്കുന്ന നിലവിളക്കവും വെക്കുവാനായിട്ട്. ചിലരൊക്കെ ഈ വിളക്ക് ഒരുക്കുന്ന ആ ഒരു സമയത്ത് നിലവിളക്കൊക്കെ സൗകര്യപ്രദം താഴെ വെച്ചിട്ട്, അല്ലെങ്കിൽ വിളക്കൊക്കെ ഈ ഒരു ഭഗവാന്റെ വിഗ്രഹമൊക്കെ താഴെ വെച്ചിട്ട് വെറും നിലത്ത് വെച്ച് ഒരുക്കും. ഈ ഒരു സൗകര്യത്തിന് ഈ ഒരു വിഷുക്കണി ഒരുക്കുമ്പോൾ ഒരിക്കലും ആ തെറ്റ് ചെയ്യരുത് കേട്ടോ. വിളക്ക് അതിന്റെ പുറത്ത് വെക്കുക, അല്ലെങ്കിൽ അതൊന്നും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പായ വിരിച്ചിട്ട് അതിനു മുകളിൽ ആയാലും ചെയ്യുക. ഒരിക്കലും വെറും നിലത്ത് ഭഗവാനെയും അതുപോലെ തന്നെ നിലവിളക്കും വിഷുക്കണി വെക്കുമ്പോൾ ഒരിക്കലും വെക്കരുത്. ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കണി കാണുന്ന മുറി ഉണ്ടല്ലോ, അതായത് പൂജാമുറി ആയിരിക്കാം, അല്ലെങ്കിൽ വീട്ടിന്റെ ഹാളിലോ വിളക്ക് വെക്കുന്നിടത്തോ ആയിരിക്കാം. നമ്മൾ കണി ഒരുക്കുന്നത് ആ ഒരു ഭാഗത്ത് യാതൊരു കാരണവശാലും കരിഞ്ഞ ഇലകൾ, പ്രത്യേകിച്ചും അമ്പലത്തിൽ നിന്ന് പ്രസാദമൊക്കെ കൊണ്ടുവരുന്ന ആ ഒരു ഇല ഒരിക്കലും വെക്കരുത്. ആ ഒരു കരിഞ്ഞ ഇല അവിടെ ഉണ്ടെങ്കിൽ എടുത്തു മാറ്റേണ്ടതാണ്. അതും ഐശ്വര്യക്കേട് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ആദ്യമേ വിഷു ആശംസകൾ പറയട്ടെ. അപ്പോൾ എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും നിറയട്ടെ. ഐശ്വര്യപ്രദമായ വിഷു തന്നെയാകട്ടെ. ഇനിയുള്ള വർഷങ്ങളിലും എല്ലാവരെ കഷ്ടപ്പാടും ദുരിതങ്ങളും എല്ലാം മാറി സമ്പൽ സമൃദ്ധിയോടെ വിഷു ആഘോഷിക്കുവാൻ സാധിക്കട്ടെ. നിങ്ങളുടെ ജീവിതം ഐശ്വര്യപ്രദമാകട്ടെ. അപ്പോൾ എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. എന്റെ അമൃതവേള പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങളുടെ ജന്മനക്ഷത്രവും പേരും ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിപ്പിക്കട്ടെ. കമന്റ് ആയിട്ട് ഹരേ രാമ എന്ന് ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. ഈ ഒരു വീഡിയോ, ഈ ഒരു അധ്യായം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് എന്ന ബട്ടൺ ഒന്ന് അമർത്തി വെക്കണേ. അപ്പോൾ എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ.